തുടർന്ന് സാക്ഷ്യം വന്നു പറയുവാനായി കർത്താവിൻ്റെ പാസ്റ്റർ ഷാജി മാത്യുവിനെ മുൻപോട്ട് ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിനെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വളരെ സന്തോഷത്തോടും ദൈവസഭ പ്രാർത്ഥിച്ചതിൻ്റെ ഒരു മറുപടിയോടും കൂടിയാണ് ഇന്ന് പകൽക്കാലം ഈ വേദിയിൽ നിൽക്കുന്നത്. നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ അവസാനമായി ഓർപ്പിച്ച ദൈവദിനം പോലെ തന്നെ നാം ഈ സഭയിൽ സമൂഹത്തിലായിരിക്കുമ്പോൾ നമ്മെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും കരുതുവാനും ചേർത്ത് പിടിക്കുവാനും കർത്താവ് നൽകിയിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട സഭയെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം ഈ വ്യാഴാഴ്ച ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിച്ചു. അതോർത്ത് കർത്താവിന് നന്ദി കരയറ്റുന്നു. അതിന് കാരണമായി തീർന്നത് ഞങ്ങളെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ ചേർത്ത് പിടിക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട സഭയുടെ പ്രാർത്ഥന മാത്രമാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹത്തിന് സഭയായിട്ടുള്ള പ്രാർത്ഥന അനുഗ്രഹമായിരുന്നു. സഭയ്ക്കുള്ള നന്ദിയെ ഈ സമയത്ത് അറിയിക്കുന്നു. വലിയൊരു ആഗ്രഹമായിരുന്നു. വലിയൊരു കൂട്ടം കടന്നു വരുമ്പോൾ കർത്താവിൻ്റെ രക്ഷയെക്കുറിച്ച്, സ്നാനത്തെക്കുറിച്ചൊക്കെയുള്ളൊരു ദൂത്, സുവിശേഷ പ്രഘോഷണം തന്നെ ആ ശുശ്രൂഷയിൽ നടക്കണമെന്നുള്ളത് കർത്താവിൻ്റെ ദാസൻ ഭാവിച്ചാനിലൂടെയും മറ്റ് ആശീർവദിച്ച കർത്താവിൻ്റെ ദാസനിലൂടെയൊക്കെ രക്ഷയെക്കുറിച്ചും മാനസാന്തരത്തെക്കുറിച്ചും സ്നാനത്തെക്കുറിച്ചും കർത്താവിന് മടങ്ങിവരവിനെക്കുറിച്ചുമൊക്കെ അവിടെ നന്നായി പ്രഘോഷിക്കുവാനൊരവസരം കർത്താവ് ഒരുക്കി. കർത്താവിന് സകല മഹത്വം അർപ്പിക്കുന്നു. ഹൗസ് ചർച്ചുകളായി കടന്നു വന്ന് എല്ലാ ഹൗസ് ചർച്ചുകളെയും, ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന മരട് തൃപ്പൂണിത്തറ ഹൗസ് ചർച്ചിന് മാത്രം, മാമല ഹൗസ് ചർച്ച് മാത്രം പേരെടുത്ത് പറഞ്ഞാൽ അത് ശരിയാകുകയില്ല. അതുകൊണ്ട് എല്ലാ ഹൗസ് ചർച്ചിലെ പാസ്റ്റേഴ്സ്, ദൈവജനം കുടുംബമായി കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ കടന്നു വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ആശീർവദിച്ച എല്ലാ ഹൗസ് ചർച്ച് പാസ്റ്റേഴ്സിനും കുടുംബങ്ങൾക്കുമായി ഞങ്ങൾ കുടുംബമായി നന്ദി കരയറ്റുന്നു. ഞാൻ ക്ഷണിച്ചപ്പോൾ തന്നെ എനിക്ക് ശാരീരികമായി ബുദ്ധിമുട്ടുകളുണ്ട്, ഇത്ര ദൂരം തിരുവല്ലയിൽ വരെ കടന്നു വരുവാനുള്ള പ്രയാസമുണ്ട്, യാത്ര ചെയ്യാൻ പ്രയാസമുണ്ട് എന്ന് പറഞ്ഞ പ്രിയപ്പെട്ടവർ പോലും അവിടെ കടന്നു വന്ന് ആ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുവാനും പ്രാർത്ഥിച്ച കുഞ്ഞുങ്ങളെ ആശീർവദിക്കുവാനും ഇടയായി തീർന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദിയെ ഈ സമയത്ത് അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട വന ശുശ്രൂഷയും ബ്ലെസ്സിങ് പ്രയറും പ്രിയ ഭാവിച്ചായൻ ചെയ്തു. അത് ഞങ്ങളുടെ വലിയ ആഗ്രഹമായിരുന്നു. ഹല്ലേലൂയ. 2 ശുശ്രൂഷ ചെയ്യുന്നത് ശരിയല്ല എന്ന് ഭാവിച്ചാൽ ഞങ്ങളോട് പറഞ്ഞുവെങ്കിലും സ്തോത്രം, ഞങ്ങൾ നിർബന്ധിച്ചാണ് വചന ശുശ്രൂഷയും ആശീർവദിച്ചുള്ള പ്രാർത്ഥനയും ഭാവിച്ചാൻ തന്നെ ചെയ്യണമെന്ന് നിർബന്ധിച്ചാണ് ആ ശുശ്രൂഷ ഭാവിച്ചാനെ ഏൽപ്പിച്ചത്. അത് ഞങ്ങൾക്ക് വളരെ സന്തോഷമായി അനുഗ്രഹമായി തീർന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരും വചന ശുശ്രൂഷകളെക്കുറിച്ചുമൊക്കെ 1000 അഭിപ്രായങ്ങൾ പറയുവാൻ ഇടയായി തീർന്നു. അനേകർക്കൊരു ആശ്വാസമായി തീർന്നു. ഭാവിച്ചാനോട്, സിസ്റ്റിയാൻ്റെയുടെ കുടുംബത്തോടുള്ള ഗീതവുമായ നന്ദിയെ ഈ സമയത്ത് അറിയിക്കുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, പ്രധാനദാസൻ പാസ്റ്റർ ജിബി ചില ദിവസങ്ങൾക്ക് വേണ്ടി മാത്രമാണ് പലപ്പോഴും ഈ നമ്മുടെ കേരളത്തിൽ കടന്നു വരുന്നത്. ആ സമയത്തും കടന്നു വരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഷെഡ്യൂൾ തിരക്ക് കാരണം കടന്നു വരുവാൻ കഴിയാതെ പോയി. എങ്കിലും ചില മണിക്കൂറുകൾക്ക് ശേഷം ഞങ്ങളുടെ കോന്നിയിലെ ഭവനത്തിൽ കടന്നു വന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥിച്ച് ആശീർവദിച്ചതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസനോടുള്ള നന്ദിയെ ഈ സമയത്ത് ഞങ്ങൾ അറിയിക്കുന്നു. അതുപോലെ തന്നെ സോൺ പാസ്റ്റർ ജോയി മാമനശ്ശേരി പാസ്റ്റർ, ഡോക്ടർ സിനി ജോയിസ്, പാസ്റ്റർ കെ വി ശാമുവേൽ, പാസ്റ്റർ സി വി എലിയാസ്, പാസ്റ്റർ എ വി എലിയാസ്, പാസ്റ്റർ വില്യം ലൂയിസ്, അങ്ങനെ എല്ലാ ലീഡർഷിപ്പിലുള്ള എല്ലാ ദൈവദാസന്മാർ കുടുംബങ്ങളെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുകയും പ്രിയപ്പെട്ടവരുള്ള നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. എൻ്റെ 2 ജ്യേഷ്ഠന്മാർ തിരുവല്ലയിലുണ്ടെങ്കിലും ഒരു ജ്യേഷ്ഠ സഹോദരനായിട്ട് ഇവിടെ നിന്ന് ബിജു വെള്ളാപ്പള്ളി ബ്രദർ കടന്നു വന്ന് മറ്റെല്ലാ കാര്യങ്ങളുടെ ക്രമീകരണം കോർഡിനേറ്റ് ചെയ്ത് സഹായിച്ച പ്രിയ ബിജുവിനോടുള്ള ഞങ്ങളുടെ കുടുംബത്തിന് നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ വസ്ത്രങ്ങൾ ഞങ്ങൾക്ക് തയ്ച്ച് നല്ല വസ്ത്രങ്ങൾ നൽകിയ നമ്മുടെ ചർച്ചിലെ ഒരു അനുഗ്രഹിക്കപ്പെട്ട സഹോദരനുണ്ട്, നല്ല മുത്തു, ആലങ്ങാട് ഹൗസ് ചർച്ചിലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഹോദരനാണ്. ആ പ്രിയപ്പെട്ടവൻ ആ കാര്യങ്ങൾ നന്നായി ചെയ്തു. ആ പ്രിയപ്പെട്ടവനെ ഞാൻ ഒന്ന് അഡ്വർടൈസ് ചെയ്യുകയാണ്, ഇവിടെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആ കാര്യങ്ങൾ ചെയ്തെന്ന പ്രിയപ്പെട്ടവനെ നന്ദി അറിയിക്കുന്നു. അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ
അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ക്രമീകരിച്ച് തന്ന കർത്താവിൻ്റെ ദാസൻ രാജു മഞ്ഞമേൽ, ബിജു ബ്രദർ കെയർടേക്കർ, ഇവരോടുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങൾ കുടുംബമായുള്ള വന്ദനത്തെയും നന്ദിയെയും ഈ ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് സഭയായി വീണ്ടും പ്രാർത്ഥിക്കണം അപേക്ഷിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞപ്പോൾ നല്ല മുത്തുവിനെ കുറിച്ച് പറഞ്ഞു. ഗോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ലേഡീസ്, നിങ്ങൾ ഫിലിം സ്റ്റാഴ്സിന് തയ്ക്കുന്നയാളാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ അങ്ങനെയുള്ള പല കഴിവുകളുള്ള വ്യക്തികൾ നമ്മുടെ ചർച്ചിനകത്തുണ്ട്. പക്ഷേ ഇത് പലർക്കും അറിയത്തില്ല. പക്ഷെ ഞാനിവിടെ 2 വർഷം മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് വേണ്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഇപ്പം നമ്മൾ ഒരെണ്ണം തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് കയറ്റിയിട്ടാലത്തെ കുഴപ്പം പിന്നെ പരാതിയുടെ ഒരു പ്രളയമായിരിക്കും ഇങ്ങോട്ട്. പാസ്റ്ററല്ലേ അതിനകത്ത് ഇന്നാരെക്കുറിച്ച് ഇങ്ങനെ ഇട്ടത്, ഞാനൊന്ന് കൊടുത്തു, എനിക്ക് ആകെപ്പാടെ പ്രശ്നമായിപ്പോയി എന്ന് വരും എന്നുള്ളൊരു പരാതി പറയാതിരിക്കാമെങ്കിൽ നമ്മുടെ ഏത് കൊച്ചു കാര്യത്തിനും ചെയ്തു തരാൻ നമ്മുടെ സഭയ്ക്കകത്ത് കഴിവുള്ളവരുണ്ട്. വീട്ടിനകത്തെ കൊച്ചു ഗ്യാസിൻ്റെ റിപ്പയറിങ് വരെ, ഗ്യാസ് സ്റ്റൗ അവിടം തുടങ്ങി എത്ര മൾട്ടി സ്റ്റോറിഡ് ബിൽഡിങ് വരെ പണിത് കൈ തരണം എന്നുണ്ടെങ്കിൽ എല്ലാം ഇതിനകത്തുണ്ട്. സ്തോത്രം. മെഡിക്കൽ ഫീൽഡ് നോക്കിയാലുണ്ട്. പ്ലീസ് ഗോഡ്. അത് പക്ഷേ കാശ് കൊടുത്തിട്ട് അവിടെ ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. സ്തോത്രം. തുടർന്നുള്ള നാളുകളിൽ ഒരു ലിമിറ്റഡ് ഒന്ന് പ്രൂവ് ചെയ്തവരെ ഇതിനകത്തൊന്ന് കയറ്റിയിടാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ കാരണം നിങ്ങൾ പുറത്ത് കാശ് കൊടുക്കുന്നതിലും അതും വലിയ ചാർജുകൾ കൊടുക്കുന്നതിൻ്റെ പകുതി കൊടുത്താൽ നമ്മുടെ ഇവിടെ ചെയ്യുന്നവർ ഉണ്ട്. പ്രൈസ് ഗോഡ്. മെയിൻ്റനൻസ് വർക്കുകൾ ഇപ്പം നിങ്ങൾ വില്ലേജ് ഓഫീസിലും പഞ്ചായത്തിലുമൊക്കെ പോയി ക്യൂ അടക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് ചെയ്തു തരും. അങ്ങനെയുള്ളവരുണ്ട്. എല്ലാ കാര്യങ്ങളും ചെയ്തു തരാനുള്ളവരുണ്ട്. സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ളവരെ യൂസ് ചെയ്യുക. പുറത്താ കാശ് പോകാതെ അവർക്കതൊരു വരുമാന മാർഗവും ചെയ്യും. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് സ്തോത്രം. ദാസൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് കേട്ടുവല്ലോ. പ്രിയ കിസിയെയും കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിച്ച് വീണ്ടും അവരെ തുടർന്ന് അനുഗ്രഹിക്കാനായി കരങ്ങളുയർത്തി. തുടർന്ന് പ്രിയ എബിൻ ബെറ്റ്സിയെ കരങ്ങളുയർത്തി കുഞ്ഞുങ്ങൾക്കായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ഒരു സാക്ഷ്യവും പറയുന്നു. കഴിഞ്ഞ ദിവസം കെസിയുടെ വിവാഹം കഴിഞ്ഞ് ഞങ്ങളെ മറ്റൊരു വിവാഹത്തെ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ രാത്രി ഒരു 9 മണിയോടുകൂടി പേട്ട ജംഗ്ഷൻ തിരിയുമ്പോൾ മലയിലേക്ക് പോകാനുള്ള ബൈക്കുകൾ ഫ്രണ്ടിൽ കൂടെ കടന്നുപോയി. അവർ പറന്നു പോയതിന് ശേഷം ഞാൻ വണ്ടി മുൻപോട്ടെടുത്തു. എറണാകുളത്ത് നിന്ന് വന്ന ഒരു ബുള്ളറ്റ് വളരെ സ്പീഡിൽ റോങ് സൈഡിലൂടെ മരടിൽ നിന്ന് വരുന്ന ആ സൈഡിലേക്ക് വളരെ സ്പീഡിൽ വന്നു. എനിക്ക് കാണാൻ പറ്റിയില്ല, കാരണം എൻ്റെ സൈഡിൽ ഈ ബാരിയർ ഉണ്ടായിരുന്നു. ഞാൻ ഇരുന്ന എൻ്റെ വിൻഡോയേക്കാൾ മുകളിൽ ബാരിയർ നിന്നുകൊണ്ട് കണ്ടില്ല. പെട്ടെന്ന് ബൈക്കിൻ്റെ ഹെൽമെറ്റും ബൈക്കിൻ്റെ ഹാൻഡിലും കണ്ടു. ഞാൻ വണ്ടി ചവിട്ടി. ചവിട്ടി തന്നെ എൻ്റെ കാലിന് ഭയങ്കര ഉളുക്കുണ്ടായി. വണ്ടി സ്റ്റോപ്പായി. പക്ഷേ അയാൾ മദ്യപിച്ചാണ് ഓടിച്ചിരുന്നത്. വളരെ സ്പീഡിൽ വന്ന് റോഡിൻ്റെ എൻ്റെ സൈഡിൽ വന്നിട്ട് ഫ്രണ്ടിലെ ഗ്രില്ലിൽ വന്നിടിച്ചു. വണ്ടിയുടെ ബമ്പറും എല്ലാം തെറിച്ചു. ആകെ പെട്ടെന്നൊരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ എല്ലാം കഴിഞ്ഞു. അപ്പം ഒരു അമ്പരപ്പുണ്ടായെങ്കിലും അധികം അത്ഭുതകരമായിട്ട് വിടുവിച്ചു. യാതൊരു ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ കൂടാതെ ബാക്കി എല്ലാ കാര്യങ്ങളും നടക്കുവാനിടയായി. ഇടിച്ച് വീണ മനുഷ്യന് ഒന്നും സംഭവിച്ചില്ല. അവൻ്റെ ബൈക്കിനും ഒന്നും സംഭവിച്ചില്ല. കേട് പറ്റിയത് മുഴുവൻ നമ്മുടെ വണ്ടിക്കാണെന്ന് മാത്രമേ ഉള്ളൂ. അവൻ എഴുന്നേറ്റിട്ട് ഒരു കാര്യം പറഞ്ഞു, സാറേ എൻ്റെ കുഴപ്പമാണ്, ഞാൻ മദ്യപിച്ചിട്ടാണ് വണ്ടി ഓടിച്ച്, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. അവൻ്റെ കൂട്ടുകാരെല്ലാവരും അപ്പോൾ തന്നെ ഓടിയെത്തി. അവരെല്ലാവരും വന്ന് നമ്മളോട് ക്ഷമ ചോദിച്ചു. പോലീസുകാർ ഇത്രമാത്രം ഭവ്യതയും സ്നേഹവും ബഹുമാനവും ഉള്ളവരാണെന്ന് ആദ്യമായിട്ട് എനിക്ക് മനസ്സിലായി. SI ആണെങ്കിലും CI ആണെങ്കിലും എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് കാര്യങ്ങളെല്ലാം ചെയ്ത് പോരുവാൻ സഹായിച്ചു. വലിയൊരു അപകടം ഉണ്ടാകാമായിരുന്നു. എൻ്റെ ബ്രേക്ക് ചെയ്യാൻ വൈകിപ്പോയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും വണ്ടി മുമ്പോട്ട് വിട്ട് അവൻ്റെ മുകളിൽ കൂടെ കയറി ഇറങ്ങുമായിരുന്നു. യാതൊരു അപകടവും അനർത്ഥങ്ങൾ വ്യസനകാരും ആയിത്തീരാതെ വണ്ണം കർത്താവ് പരിപാലിച്ചു. സഭയുടെയും ദേവദാസന്മാരെയും പ്രാർത്ഥന നിരന്തരമായി ഉള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. താങ്ക് യു.